സുഹൃത്തുക്കളെ നമസ്കാരം. പാറാവുകളൊക്കെ രാവിലെ തന്നെ കുളിക്കണം. ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ത്രിപുരയിലാണ്. അപ്പോൾ നമ്മളെ ഓട്ടോയാത്ര ഇന്നലെ നമ്മൾ ഇവിടെയാണ് ടെൻ്റടിച്ചിരുന്നത്. ജാവ്യതാക്കൂടും പിന്നെ മുഖമൊക്കെ കഴുകി രാവിലെ ഫുൾ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. നമ്മളിഞ്ഞ് ത്രിപുരയിലെ ഏരിയകളിലൂടെ അങ്ങനെ സഞ്ചരിച്ച് മിസോറം വഴി മണിപ്പൂർ അങ്ങനെയൊക്കെയാണ് വെച്ചാൽ ഒരു 3-4 ദിവസം കൊണ്ട് ഈ 3 സ്റ്റേറ്റ് കവർ ചെയ്യണം. അപ്പോൾ നമ്മളെ ഓട്ടോ യാത്ര 50 സംതിങ് ദിവസം 60ാമത്തെ ഒക്കെ ആ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒത്തിരി ഹാപ്പി. ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ചങ്കളെ നമ്മളെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പം നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മളെ ഫാമിലി സൽമാൻ കേൾട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. നമ്മളെ ഓട്ടോ യാത്ര ഫെബ്രുവരി 9-ാം തീയതി ആരംഭിച്ച് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ത്രിപുരയിലാണ്. നമ്മളെ 12ാമത്തെയോ 13ാമത്തെയോ സ്റ്റേറ്റാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളെ യാത്രയിൽ നമ്മളെ കൂടെ ചേർന്ന് പോകുന്നോളുക. പുതിയ ഫാമിലിയിലെ പുതിയ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. അപ്പോൾ നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷനൊക്കെ സ്റ്റാർട്ടായി. അതിൽ നിന്നൊരു $100 ആയാലും നമുക്കത് വരുമാനത്തിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ യാത്രയ്ക്കുള്ള. അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അത് റെഡിയാവും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സുഹൃത്തുക്കളെ യാത്ര ആരംഭിച്ചു കേട്ടോ. ത്രിപുരൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോണത്. 2 സൈഡ് നോക്കി ഇടയ്ക്ക് ഗ്രാമീണ അന്തരീക്ഷങ്ങളൊക്കെ മാറി ഗ്രാമത്തിലൂടെ മേഘാലയൻ അന്തരീക്ഷം മാറി. ഫുള്ള് മേഘാലയ എത്ര തണുപ്പാണ്, കുന്നിൻ ചെരുവാണ് ഒക്കെ നോക്കി. പക്ഷെ അവിടെ തേയിലത്തോട്ടങ്ങളൊന്നുമല്ല, വേറൊരു മൂഡ് നോക്കി. ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. പക്ഷെ ഇവിടെ ചൂടാണ്. അന്തരീക്ഷം മാറി മാറ്റം നോക്കി. നല്ല കോട്ടൺ ചൂടത്താണ് നല്ല തേയിലത്തോട്ടം കിടക്കുന്നത്. ഓരോ ജീവിത രീതികളും കാലാവസ്ഥകളും നിങ്ങൾ ആലോചിച്ച് നോക്കിയില്ല. ഇതൊക്കെ നമ്മൾ ഇന്ത്യയിലാണല്ലോ. നമ്മളവിടെയൊക്കെ എന്താണ് തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ തണുപ്പത്തിനല്ല. ഇവിടെ ഇതൊരു വേർത്ത് ഇങ്ങനെ ഒലിക്കാണ് കൊണ്ടിരുന്നിട്ട്. ഞാൻ കുപ്പായം കഴിച്ചിട്ട് നിൽക്കുകയാണ്. അല്ല വേറെ വഴിയില്ല. എന്നിട്ട് അതിൻ്റെ സൈഡിൽ തേയിലത്തോട്ടം. അപ്പോൾ നമ്മൾ ചിന്താഗതികളൊക്കെ പൊളിച്ചിടുകയാണ് ഓരോ യാത്രകളും. നമ്മളൊക്കെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയല്ലേ. കുന്നിൻ ചെരുവിലാണ് തേയിലത്തോട്ടം, തണുപ്പത്താണ് തേയിലത്തോട്ടം, മഞ്ഞിലാണ് തേയിലത്തോട്ടം എന്നൊക്കെയുള്ള. ഒന്നുമല്ല. തേയില എവിടെ ഉണ്ടാവും, മണ്ണിനനുസരിച്ചാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ നമ്മളിങ്ങനെ മിസോറാണ് ഇപ്പോൾ ഉള്ളത്. ത്രിപുരയിൽ നിന്ന് മിസോറം വഴി കയറി അവിടെ നോക്കി പന്നിയിറച്ചിയാണ്. പന്നിയിറച്ചി നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ മിസോറത്തിലെ പിന്നെ ഒരു ചെറിയൊരു ടൗണാണിത്. പിന്നെ ടൗൺ എന്ന് പറയുമ്പോൾ ചെറിയൊരു അങ്ങാടി. ജമുവാങ് എന്നാണ് ഇതിൻ്റെ പേര്, അങ്ങാൻ്റെ പേര്. കിട്ടിയത് ഓ വെട്ടണത് അവിടെ ആക്കണം. കട്ടേണതാ. അല്ലാതെ കാണിക്കാനും പേടിയ കോപ്പറേറ്റ് വരാൻ ചാൻസും ഉണ്ട് അല്പം. ചോര ഒക്കെ മുമ്പേ. അല്ല മൂപ്പരോടെ ഇബ്രോടെ ആര് മൂപ്പരോ? ഇബ്രല്ല എന്നിട്ടില്ല. ഇറങ്ങാൻ പറയും. എന്താ വാങ്ങേണ്ട വെച്ചാലേ അതന്നെ ഇറങ്ങാൻ പറയും. ഹാഫ് കെ ജി ആ എല്ലാവരും തന്നെ ഉള്ളൂ. 10 രൂപ. അത് കംപ്ലൈന്റ് ഇല്ലാത്ത എടുക്കുക, അത്രേ ഉള്ളൂ. കുറച്ച് ഇന്ന് സാമ്പാർ കറി ഉണ്ടാക്കാനുള്ള പരിപാടി. ഇവിടുത്തെ ചിക്കൻ സെറ്റപ്പ് ഞാൻ മണി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് പന്നി. ഇതാണ് ഇവിടുത്തെ ചിക്കൻ്റെ പരിപാടി. എങ്ങനെ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ തോന്നുന്നു. അതിന് പന്നിയിറച്ചിയാണ് തൂക്കണത് കേട്ടോ. സമ്മതിക്കണം. അങ്ങനെ നല്ല വില ഉണ്ടതിനെ. റബ്ബർ ബാൻഡ് മാതിരിയുള്ള പീസുകളാണ്. അതിൻ്റെ ഒരു പീസ് മതി. അതാ അടിയിലുണ്ട്. അവിടെ നീച്ച അതാ. അത് ചെറുതല്ലേ. വേറെ ഉണ്ടോ? അതാക്കണു വിവൽ
ആ ചെറുതല്ലേ, അത് മതിയോ? ചെറുത് വാങ്ങിക്കോളൂ. സാമ്പാർക്ക് ഷെഫടാ ക്ഷീണത്തിലാണ്. പിന്നെ സാമ്പാറൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ എന്തോ ഫുഡിങ് പരിപാടി ഉണ്ടോ? പത്തിരിയാ തോന്നുന്നു കേട്ടോ. പരത്തണതാ എന്നെ പത്തിരി അരത്ത് നോക്കി. എന്താണ് പത്തിരി അല്ലേ? പപ്പടം മാരില്ലേ? പൂരി, കേരള പൂരി, പൂരി പൂരി. ഇവർക്ക് അല്ല, ഇവരതിൽ പൊറാട്ടയാണ് സംഭവം. ഇതൊക്കെയാണ്, ഇതൊരു കടയാണ്, സകല സാധനമുണ്ട്. മിസോറം മിക്സഡാണ് കേട്ടോ, എല്ലാ ഐറ്റംസും ഇവിടെ ഇതാക്കണം. അതിൻ്റെ നടുവിൽ ധൂപസ്തംഭം, ഇതിലേക്കൊന്ന് കയറി വെക്കുക. പച്ചക്കറി ഇതാ ഒരു ഭാഗത്ത് ഡ്രസ്സ്, അയ്യവാ സകല ഐറ്റംസ്. ഒരു ഭാഗത്ത് ബാഗ് ഐറ്റംസ്, സോക്സ്, സ്പോർട്സ്, ഫുൾ വെറൈറ്റി. എടുത്തോളി, അതിൽ കൊല എടുത്തോളി, രാവിലെ പോയിക്കൂലേ. ഹൗ മച്ച്? 50? 50? ആ 50. ആ ഫുൾ 50. അല്ല ഇത് പൗത്തണോ? ആ പൗത്തണോ ഉണ്ടല്ലേ? പോക്കും എടുത്തോളി. അങ്ങനെ അതായി. ഇനിയിപ്പോൾ എന്തേനു കയ്പങ്ങ എന്തേലും അല്ലേ? പച്ചക്കറി വാങ്ങിക്കാണ്ടേ ഇതൊക്കെയാണ് നമ്മളെ നാട്ടിൽ നിന്ന് മാതിരി വിഭവങ്ങൾ. അങ്ങനിപ്പോൾ കറക്റ്റ് അങ്ങാടിയിട്ട് നമ്മളെ വണ്ടി ഇതാക്കണം. അവിടെ സുമൈങ് എന്ന് പറഞ്ഞ അങ്ങാടിയാണിത്. സൽമാൻ കേൾട്ടൺ ചക്രട്ടായി നോക്കി. പക്ഷെ നമ്മളെ നാട്ടിൽ ആ ടേസ്റ്റ് ഇല്ല. പൂഞ്ചിയാണിത്, പൂഞ്ചി. ബർക്കി സമൂസ നോക്കി. ഇതാണ് ഇവിടുത്തെ സമൂസ. നമ്മുടെ നാട്ടിലെ പാൽ കേക്ക്. ഇത് നമ്മുടെ നാട്ടിൽ എന്താ പറയാ, എനിക്കൊരു പിടുത്തം. ഒരു വെറൈറ്റി സാധനം, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. പലചരക്ക് ഒരു ഭാഗത്ത്, പച്ചക്കറി, ബർക്കും നുറുക്കിയും അതാക്കണം. അയ്യവാ നമ്മളെ ഫേവറേറ്റ് ഷെബ്രൂന്. പിന്നെ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയ സാധനം ഉണക്കലീന്, തളീനും സകല ഐറ്റംസും. നമ്മൾ ഒപ്പിക്കേണ്ടതേ സാമ്പാറിനുള്ള ഒപ്പിക്കണ പരിപാടിയാണ്. മിക്സിങ് എന്നൊക്കെ പറഞ്ഞിട്ടേ അവിടെ ഒപ്പിച്ചാണ്. തോടാ ദോ പീസ് ഫുൾ ദോ പീസ് ടോട്ടൽ 50 rupees. ഓക്കെ അതന്നെ ബൈ സാബ്. ഇങ്ങനെ സാമ്പാർ കിറ്റ് വാങ്ങിട്ടോ 30 രൂപ മതി. 30 rupees. ഇത് അവിടെ ഉണ്ട് ജാസ്തി 30 rupees. ആകണം. ബൈ കേരള മിസാവ് ചെറുക്കന എതിർപ്പായി. അങ്ങനെ പോയി നോക്കഞ്ഞു അതായി. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ നിന്ന് ടെൻ്റ് അടിച്ചിട്ട് വണ്ടി നോക്കിയാൽ ആകെ ഓഫ് റോഡൊക്കെ പോയിട്ട് പുകടിച്ച് നിൽക്കണം. ആകെ പൊടിയാ നോക്കിയാണ് പൊടി അടിച്ച് കിടക്കണ വണ്ടി. പിന്നെ നമുക്കൊന്ന് ക്ലീൻ ആക്കണം. ഫുഡ് വെച്ചാണ് ഇങ്ങനെ ഒരുപാട് പിന്നെ ഓഫ് റോഡ് കയറിയല്ലൊക്കെ ചടച്ച് നിൽക്കണം. ഇതാ നല്ല ക്ഷീണമുണ്ടെന്ന്. കുക്കർ ഇതാ കറി ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. ചോറ് സെറ്റായി. ഇന്ന് പച്ചക്കറിയാണ്, പച്ചക്കറി തിരുമ്പിയതൊക്കെ തോരട്ടെ അതേമാതിരി അവിടെ വെച്ചാണ്. പച്ചക്കറി കരിഞ്ഞ് ഫുള്ള് സെറ്റാക്കി നേരെ ഇതാ വെച്ച്. വണ്ടിൻ്റെ അവസ്ഥ ഞങ്ങൾ ക്ലീൻ ആക്കണം നമുക്ക്. സൗണ്ടൊക്കെ പോയ സംശയമുണ്ട്. ജാവിത അവിടെ ചോറ് പായസം മോഡലായോ? കഞ്ഞിയാ ഊറ്റാള? ചോറ് ഊറ്റാണ്ട് ചെവിറാക്കതാ അപ്പുറത്തിരിക്കണു. ടെൻ്റ് ഇതാ ടെൻറ്റും കെട്ടി.
ഇതൊരു ഗ്രൗണ്ടിലാണ് ഇട്ടെന്ന് ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അത് ഫുള്ളൊരു വിശാലമായ ഗ്രൗണ്ടാണ്. മിസോറത്തിലാണ് നമ്മളുള്ളത്. ത്രിപുരയിൽ നിന്ന് മിസോറം വഴി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു റിഫ്ലക്ടർ കുത്തി നോക്കി എടുത്ത് പറയേണ്ട ഈ വീട്ടുകാരാണ് കേട്ടോ സെറ്റാക്കിയത്. പഞ്ചായത്ത് മെമ്പർ വന്നു ഇവിടെ അടിച്ചോളി എന്നൊക്കെ പറഞ്ഞു. ഇനി ഇവിടെ അടിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ തൊട്ട് മേൽഭാഗത്ത് അടിച്ചോളി പറഞ്ഞു. ഇവിടെ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ എന്തായാലും ഇനി ചോറ് ആവട്ടെ.